എൻ്റെ പേര് നസീം എന്നാണ്. 34 വയസ്സുണ്ട്. ഞാനൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ്, നോൺ മെഡിക്കൽ സ്റ്റാഫാണ്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ നമുക്കൊരു ആരോഗ്യ പ്രശ്നം വരാൻ അല്ലെങ്കിൽ ഒരു കാർഡിയോളജി ഇഷ്യൂ വരാനായിട്ട് ഭയങ്കര ഏജ് വേണമെന്നൊക്കെയാണ്. ഈ 34 ഇയേഴ്സിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോർമലി ഓടി നടക്കുന്ന ഒരു സ്റ്റാഫായിരുന്നു ഞാനും. പെട്ടെന്ന് എനിക്കൊരു നെഞ്ചുവേദന വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പല ടെസ്റ്റുകളും ചെയ്യുന്നു. ഒരു ആൻജിയോഗ്രാം വരെ പോകേണ്ടി വന്നു. ഭാഗ്യവശാൽ പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് മെഡിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കൊരു അഡ്വൈസ് തരാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പലരും നെഗ്ലക്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഒരു ലാബ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് പാക്കേജൊക്കെ ചെയ്യാണ്ട് പോകുന്നത്. നമുക്ക് പലയിടത്തും ഒരു സ്റ്റാഫായിട്ട് ഞാൻ പോലും ഇത്ര നാൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഈ ആരോഗ്യമേഖലയിൽ നിൽക്കുന്നുണ്ട്. ഒരു സ്റ്റാഫായിട്ട് പോലും എനിക്കത് ചെയ്യാൻ ഒരു ചിന്ത വന്നിട്ടില്ല. അപ്പം എനിക്ക് ഉപദേശമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ നിയർ ബൈ ഹോസ്പിറ്റൽസിലാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയർ ബൈ ഹോം കെയർ സർവീസുകളുണ്ടാവും. നിങ്ങൾക്ക് ഹെൽത്ത് ചെക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓരോ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ചിലർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാം, BP ഉണ്ടാവും, അതുപോലെ പല പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് തുടക്കത്തിൽ അറിയാൻ പറ്റുവാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് ആയിരിക്കും. ഒരു ആൻജിയോഗ്രാം പോവാതെ അല്ലെങ്കിൽ വലിയൊരു പ്രോസസ്സിലോട്ട് പോകാതെ നമുക്ക് ചെറുതിലേത് മാറ്റാൻ പറ്റും. നമുക്ക് ലൈഫ് സ്റ്റൈൽ ബാലൻസ് ചെയ്യാം, അതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പല ഓപ്ഷൻസും ചെയ്യാൻ പറ്റും. ഈ ഹൃദയത്തിന് എനിക്കൊരു സന്ദേശം തരാനുള്ളത്, ഒരിക്കലും നമ്മൾ ഒന്നിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. എന്തൊരു സിംറ്റം ആയാലും മാക്സിമം നമ്മൾ അതിനെ മനസ്സിലാക്കുക, നിയർ ബൈ ഹോസ്പിറ്റൽ ആക്സസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇന്ന ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ ഇന്നടത്ത് പോകാനോ പറയുന്നത്, നിങ്ങൾക്ക് നിയർ ബൈ എവിടെയാണോ ഈസി ടു ആക്സസ് ഉള്ളത് അവിടെ പോവുക, ചെക്കപ്പ് ചെയ്യുക. പറ്റുമെങ്കിൽ നല്ലൊരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കുക. നിങ്ങൾ ഫർദർ ഫോളോ അപ്പ് ചെയ്യുക. താങ്ക് യു.